ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് ഒരു ചെറിയൊരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഓഡിയോ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. കാരണം ഞാൻ പുതിയൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. കാണുന്നതാണ് ഇതാണ് ആ മൈക്ക്. ഇത് ഒരു ചീപ്പാണ് മൈക്ക്. നമ്മൾ വിചാരിച്ചത് വലിയ റേറ്റിൻ്റെ മൈക്കൊന്നുമല്ല. ഇതിൻ്റെ റേറ്റ് വന്ന് 250 രൂപയാണ്. ഇത് കേറ്റ് വയർലെസ് മൈക്രോഫോണാണ്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ഞാൻ ലിങ്കൊന്നും കൊടുക്കുന്നില്ല, കാരണം എനിക്ക് ഐഡിയ ഇല്ല ഇതെങ്ങനെയാണ് കൊടുക്കാമെന്ന് ലിങ്ക്. അപ്പോൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐറ്റം ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു ചീപ്പർ ക്വാളിറ്റിയിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ മുമ്പത്തെ വീഡിയോസ് ഒന്നും എടുത്ത് കണ്ടാലും മതി. അപ്പോൾ ഈ രണ്ട് വീഡിയോസിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ആ പഴയ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഫോണിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ കേൾക്കാനില്ല. ഞാനപ്പോൾ വിചാരിച്ചു ഈശ്വര, ആൾക്കാരൊക്കെ ഇങ്ങനെ എൻ്റെ വീഡിയോസ് കാണുന്നത്. കാരണം ആ ഫോണിൽ ഞങ്ങൾ കേൾക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയുക സംസാരിക്കുന്ന പോലെയുള്ളൂ, അല്ലാണ്ട് കറക്റ്റായിട്ട് ആ സൗണ്ട് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കാത്ത അവസ്ഥ എൻ്റെ ചില വീഡിയോസ്. അപ്പോൾ അതിന്ന് ഒരു മോചനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ മൈക്രോഫോൺ വാങ്ങിയത്. അപ്പോൾ ഇത് എൻ്റെ ഒരു മെയിൻ പ്രശ്നമാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു. കാരണം സൗണ്ടില്ല, തീരെ സൗണ്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതെനിക്ക് അവൻ്റെ ഫോണിൽ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ആർക്കൊന്നും കേൾക്കാനില്ല. നമ്മളിത് വീഡിയോ ചെയ്യുമ്പോൾ ഓഡിയോ ക്വാളിറ്റി മോശമാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതിപ്പോൾ ഈ കേസിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഷോർട്ട് ഫിലിംസ് എടുക്കായാലും ഏത് തരം വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുകയാണെങ്കിൽ പോലും ഓഡിയോ ക്വാളിറ്റി ഭയങ്കര മസ്റ്റാണ്. അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അവരും കാണില്ല. മെയിനായിട്ട് നമ്മുടെ അടുത്തുള്ളവരൊക്കെ നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്താലും നമ്മുടെ ഓഡിയോ ക്വാളിറ്റി നന്നായാൽ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യം ആൾക്കാർക്ക് കിട്ടുള്ളൂ. എന്നാൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് അത്യാവശ്യം ആൾക്കാർക്ക് റീച്ച് ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പുതിയ മൈക്രോഫോൺ വാങ്ങിയിട്ടുണ്ട്, മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും ഈ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. സ്ഥിരം കാണുന്നവർക്ക് ഡിഫറൻസ് മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് മുമ്പത്തെ വീഡിയോസ് ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി നമ്മുടെ ഓഡിയോ ക്വാളിറ്റിയുടെ ഡിഫറൻസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇനി നമ്മൾ വരുന്ന വീഡിയോസിലെല്ലാം ഈ ഓഡിയോ ക്വാളിറ്റിയുടെ ഗുണമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റിൻ്റെയും ക്വാളിറ്റി നമ്മൾ കൂട്ടാനുള്ള ഉദ്ദേശമുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് കണ്ടന്റ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.